എൻ്റെ പൊന്നൂന് തണ്ണിമത്തൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. മിന്നു കഴിക്കും, എന്നാലും അവളങ്ങനെ കുറച്ച് കഴിക്കുള്ളൂ. കുറേ നാളോട് ചോദിക്കുന്നു. ഇന്നലെ രാത്രിയും അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞ് നമുക്ക് തണ്ണിമത്തനുണ്ടെങ്കിൽ മേടിച്ച് തരണേന്ന്. അപ്പം ഞാൻ ഇന്നൊരിടത്ത് പോയിട്ട് വന്നപ്പോൾ അവിടെ തണ്ണിമത്തൻ ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് മേടിച്ചെന്തായാലും. അപ്പോൾ ആ മക്കൾക്കുള്ളത് ഇങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചു. വലിയ പീസും ഉണ്ട്, ഏത് വേണോ അവർക്ക് കഴിക്കാം, അരിഞ്ഞ് വെച്ചു. അപ്പോൾ തണ്ണിമത്തൻ മേടിച്ചതല്ലേ 2 കാര്യമുണ്ട്. എൻ്റെ അടുത്തതാ ഇതാ അവർക്ക് മക്കൾക്കായി. അടുത്ത് കണ്ടോ, ഇതിൻ്റെ തോട് കണ്ടോ, അതും കളയണ്ട നമുക്ക്. അതിന് എൻ്റെ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ചെറുതായിട്ട്, ഇച്ചിരി മെനക്കെട്ട പണിയാണല്ല, ഇരുന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒക്കെ വെച്ച്. അപ്പോൾ ഇതിൻ്റെ ഒന്നുപോലും കളയാറില്ല. ഇതും അവർക്ക് ഞാൻ ആഹാരത്തിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ അവരും കഴിക്കട്ടെ. അപ്പം തണ്ണിമത്തൻ അവർക്കും കഴിക്കാമല്ലോ. അങ്ങനെ അവർക്ക് ആഹാരമൊക്കെ കൊടുത്തപ്പോൾ അതേ കണ്ടോ, നമുക്ക് നല്ല മുട്ടയൊക്കെ കിട്ടി. ഉച്ചയ്ക്ക് ആഹാരം കൊടുത്ത് കഴിയുമ്പോഴാണ് ഞാൻ മുട്ടയൊക്കെ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും ഇട്ടിട്ടുണ്ടാവും. പിന്നെ എല്ലാ ദിവസവും ഇത്രയും മുട്ടയൊന്നും കാണില്ല, ചില ദിവസം 4-5 എണ്ണ കാണത്തുള്ളൂ. എന്നാലും എന്തായാലും നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് എല്ലാവരും മുട്ട എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ അവർക്കാണ് കൊടുക്കുന്നത്, അല്ല പുറത്തൊന്നും കൊണ്ട് കൊടുക്കാറില്ല. ഇവിടെ വന്ന് തന്നെ അവർ എപ്പോഴും മേടിച്ചോളും. അത്രയ്ക്ക് ഒരുപാട് കൊടുക്കാനൊന്നുമില്ല, എന്നാലും 2 ദിവസം കൂടുമ്പം 10 മുട്ട കൊടുക്കാം, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കാം. അപ്പോൾ അതൊരു ചെറിയൊരു ആശ്വാസമുണ്ട്. തീറ്റയൊക്കെ മേടിക്കാനും നമുക്ക് ചെറിയ മീനൊക്കെ മേടിക്കാനും ഒക്കെ ചെറുതായിട്ടൊക്കെ ഇച്ചിരിയൊക്കെ കിട്ടും, കുഴപ്പമില്ല. അങ്ങനെ പിന്നെ എപ്പോൾ വേണമല്ലോ മക്കൾക്ക് മുട്ട വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴങ്ങ് എടുത്ത് കൊടുക്കാം. അതുകൊണ്ട് എല്ലാവരും അടുത്തുള്ളവരൊക്കെ വാങ്ങി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇല്ലാത്തതേ ഉള്ളൂ, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കൊടുക്കാനില്ല, അത്രയ്ക്കില്ല. 3-4 പേര് സ്ഥിരമായിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ അവർക്കിങ്ങനെ വെച്ചിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങളിലുള്ളത്.